വിദ്യാർത്ഥികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇത് വൺ ഓഫ് ദി കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ. അപ്പോൾ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്? ബോയിലിംഗ് പോയിൻറ്റിലുള്ള ഇൻക്രീസ്, അതാണ് ഉദ്ദേശിക്കുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ബോയിലിംഗ് പോയിൻറ്റ്? ഇത് നമുക്കറിയണം. വാട്ട് ഈസ് ബോയിലിംഗ് പോയിൻറ്റ്? ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സോൾവെൻറ്റിനെ സംബന്ധിച്ച് ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് എ solvent or liquid becomes equal to the atmospheric pressure. വേപ്പർ പ്രഷർ, ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആകുന്ന ടെമ്പറേച്ചറിനെ പറയുന്നതാണ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു ബീക്കറിൽ നമ്മൾ ഒരു സോൾവെൻ്റ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. വാട്ടർ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള വാട്ടറിനെ ആയിക്കോട്ടെ. വാട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിന് ഒരു വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും P0 എന്ന് പറയാം. ഇതിൻ്റെ വേപ്പർ പ്രഷറിൻ്റെ ഇൻക്രീസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇത് നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതായത് ദ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ്. അപ്പോൾ ഇതിൽ എക്സ് ആക്സിസിൽ നമ്മൾ ടെമ്പറേച്ചർ എടുക്കുന്നു, വൈ ആക്സിസിൽ നമ്മൾ വേപ്പർ പ്രഷറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ വേപ്പർ പ്രഷർ ഇവിടെ ഒരു പർട്ടിക്കുലർ എത്തുമ്പോൾ 1 atm ആയിട്ട് വേപ്പർ പ്രഷർ ഇൻക്രീസ് അവസാനം 1 atm പ്രഷറാണ്. അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി നമ്മൾ ഈ ബീക്കറിൽ ഒരു വാട്ടർ എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിൽ, നമുക്ക് 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം റൂം ടെമ്പറേച്ചറിൽ. അപ്പോൾ അതിനൊരു വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും. അത് ഇത്രയെന്ന് വിചാരിക്കുക. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള വേപ്പർ പ്രഷർ ഇത്രയാണ്. അതൊരു പോയിൻ്റാണ്. ഇനി നമ്മൾ ബുൺസൺ പറഞ്ഞത് വെച്ച് ഇതിന് ഹീറ്റ് ചെയ്യാൻ പോകണം. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വേപ്പർ പ്രഷർ ഇങ്ങനെ കൂടുതൽ മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്യും, വേപ്പർ പ്രഷർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ ഇങ്ങനെ ഇൻക്രീസ് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ അതിൽ ഒരു പോയിന്റ്, പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ വേപ്പർ പ്രഷർ ഓഫ് എ സോൾവെൻറ്റ് ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പോൾ ഈ പോയിന്റ് എത്തുമ്പോൾ ഇത് സോൾവെൻറ്റിൻ്റെ കർവാണ്, സ്മൂത്തായിട്ടുള്ള കർവാണ്. ഈ പോയിന്റിൽ എത്തുമ്പോൾ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വലായി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് അതിൻ്റെ ആ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇതാണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ സോൾവെൻ്റ് ഏതാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്. അതായത് അതിന് നമുക്ക് T0B എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് അല്പം സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിൽ, ഇതിനെ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ എടുക്കുന്നു, സോൾവെൻ്റ് എടുക്കുന്നു. അതിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു, നോൺ വോളാറ്റിൽ സൊല്യൂട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂക്രോസ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂറിയ, ഒരു പർട്ടിക്കുലർ എമൗണ്ട് യൂറിയ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായി സൊല്യൂഷനായിട്ട് മാറി വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും നമുക്കറിയാം. അപ്പോൾ അതേ ടെമ്പറേച്ചറിൽ 30 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നമ്മളിത് എടുത്തതെങ്കിൽ അതിന് വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിന് എത്ര ഉണ്ടായിരിക്കും? അതിന് താഴെയായിരിക്കും അതിൻ്റെ വേപ്പർ പ്രഷറിൻ്റെ ഇത്രയും ഉണ്ടാവുള്ളൂ. ഇനി ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോവാണ്. ബുൺസൺ ബർണർ വെച്ച് ഹീറ്റ് ചെയ്യണം. അപ്പോൾ സ്ലോ ആയിട്ട് അതിന് വേപ്പർ പ്രഷർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇത് സൊല്യൂഷൻ കർവാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് സോൾവെൻറ്റ് കർവാണെങ്കിൽ ഇത് സൊല്യൂഷൻ കർവാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഈ ടെമ്പറേച്ചർ നിങ്ങൾ നോക്കുക, ഇത് സോൾവെൻറ്റ് ബോയിൽ ചെയ്ത ടെമ്പറേച്ചറാണ്. ഈ സോൾവെൻറ്റ് ബോയിൽ ചെയ്ത ടെമ്പറേച്ചറിൽ ഇത്രയാണ് വേപ്പർ പ്രഷർ ഉള്ളത്. അത് അറ്റ്മോസ്ഫിയർ പ്രഷർ എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ബോയിൽ ചെയ്യില്ല. അപ്പോൾ ഈ സൊല്യൂഷൻ ബോയിൽ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഹീറ്റ് മോർ, കൂടുതൽ നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്, സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ബോയിലിംഗ് പോയിന്റിൽ ഒരു എലിവേഷൻ ഉണ്ടായി, ഇൻക്രീസ് ഉണ്ടായി അതിന് ഒരു എലിവേഷൻ ഓഫ്, അതിനെ പറയുന്നതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ്. എത്രയാണ് ഡിഫറൻസ് ഉണ്ടായത്? അതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ΔTB, ഇത്രയാണ് വ്യത്യാസം. TB മൈനസ് T0B, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ΔTB. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഇതാണ് ഇത്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതായത് ഈ എക്സ്പെരിമെൻ്റ് നമുക്ക് യൂറിയ എടുത്തിട്ട് ചെയ്യാം. ഇപ്പോൾ 0.1 മോൾ യൂറിയ എടുത്ത് നമ്മൾ ചെയ്തു, പിന്നെ 0.1
ഗ്ലൂക്കോസ് എടുത്ത് ചെയ്തു, അല്ലെങ്കിൽ 0.1 സൂക്രോസ് എടുത്ത് ചെയ്തു, അല്ലെങ്കിൽ 0.1 നാഫ്തലിൻ എടുത്ത്, ഏത് നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന എലിവേഷനും സെയിം ആയിരിക്കും നമുക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് പറഞ്ഞു വരുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് എ colligative property only depends upon the number of particles and not depend upon the nature of the solute. അപ്പോൾ അത് മധുരമുള്ളതായിക്കോട്ടെ, മധുരമില്ലാത്തതായിക്കോട്ടെ, കയ്പുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലാത്തതായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ആയിക്കോട്ടെ, അതിൻ്റെ പ്രോപ്പർട്ടീസിനെ ഒന്നും ബാധിക്കില്ല. അതിൽ പാർട്ടിക്കിൾസ് ഈക്വൽ ആണെങ്കിൽ, ഏതോ സൊല്യൂട്ടോ നമ്മൾ എടുക്കുന്ന സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾസ് ഈക്വൽ ആണെങ്കിൽ അതുണ്ടാക്കുന്ന എലിവേഷനും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പം അതിനെക്കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡെൽറ്റ ടി ബി എന്ന് പറയും. അപ്പോൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കുറിച്ച് നമുക്ക് പറയാണ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, അപ്പോൾ ഇൻക്രീസിങ് ബോയിലിംഗ് പോയിന്റ്, സോൾവെൻറ്റിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ്. ഇപ്പോൾ നമ്മൾ വാട്ടർ നമുക്ക് 100 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യുന്ന പറയാം. പക്ഷേ വാട്ടറിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ട്, ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമ്മൾ ബോയിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 100 ഡിഗ്രിയിലായിരിക്കില്ല ബോയിൽ ചെയ്യുക, അതിനേക്കാൾ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അത് ബോയിൽ ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് സോൾവെൻ്റ് ബോയിലിംഗ് പോയിന്റിനേക്കാൾ ഹയർ ആയിരിക്കും എലിവേഷൻ. അപ്പോൾ അതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് റാദർ ദാൻ ദെയർ നേച്ചർ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആ ഡിഫറൻസിനെ പറയും ഡെൽറ്റ ടി ബി സിക്കൽ ടു ടി ബി മൈനസ് T0b, and this is known as elevation of boiling point. T0b represents boiling point of this pure solvent, TB represents boiling point of the solution. അപ്പോൾ ഇത് പറയുന്നത് ഈ elevation of boiling point is found, delta TB is found to be directly proportional to the മോളാൽ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. മാത്തമെറ്റിക്കലായിട്ട് ഇത് കണ്ടെത്തിയിട്ടുണ്ട്, എക്സ്പെരിമെൻറ്റിൽ മാത്തമെറ്റിക്കലായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ഓർ, അപ്പോൾ ഇത് നമുക്ക് ഡിറൈവ് ചെയ്യാനൊന്നുമില്ല, നമ്മളിത് നേരിട്ട് പഠിച്ചാൽ മതി. ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഡെൽറ്റ ടി ബി? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. മൊളാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോള്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kilogram of the solvent. അപ്പോൾ മൊളാലിറ്റിയുടെ ഭാഗം ഒന്നുകൂടി നിങ്ങൾ പഠിക്കുക. മൊളാലിറ്റി ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സോള്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kilogram ഓഫ് ദി സോൾവെൻറ്റ്. കോൺസെൻട്രേഷൻ ടേം ആണ്. ഈ ഈക്വൽ ടു സൈൻ കൊണ്ടുവരുമ്പോൾ, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമ്മൾ ഈക്വൽ ടു സൈൻ കൊണ്ടുവരുമ്പോൾ കോൺസ്റ്റൻറ്റ് കൊണ്ടുവരുന്ന പറയാം. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. കെ ബി ഈസ് നോൺ ആസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ്. അതിനെ പറയാം മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും, അല്ലെങ്കിൽ എബിലിയോസ്കോപ്പി കോൺസ്റ്റന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ഇപ്പോൾ കെ ബി ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇറ്റ് ഈസ് നോൺ ആസ് ദി ബോയിലിംഗ് പോയിന്റ് elevation constant or modal elevation constant or ebullioscopic constant. What will be the units? Kb അവിടെ നിർത്തിയിട്ട് എം അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡെൽറ്റ ടി ബി ടെമ്പറേച്ചർ, കെൽവിൻ്റെ ടെമ്പറേച്ചർ യൂണിറ്റ് കെൽവിൻ, മോളാലിറ്റി യൂണിറ്റ് നമുക്കറിയാം എന്തായിരിക്കും, മോൾ പെർ കിലോഗ്രാം ആണ്. നേരെ തിരിച്ച് വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ അത് കിലോഗ്രാം മോൾ ഇൻവേഴ്സ് എന്ന് പറയും. അപ്പോൾ കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ് ആണ്. ഇതാണ് കെ ബിയുടെ യൂണിറ്റ്. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അതിൻ്റെ യൂണിറ്റ് ഇതായിരിക്കും കെൽവിൻ കിലോഗ്രാം പെർ മോൾ. അപ്പോൾ യൂണിറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ, ഓൺ ദി സ്പോട്ടിൽ ഉണ്ടാക്കുന്നുള്ളൂ. കെ ബി സി കെൽ ടു ഡെൽറ്റ ടി ബി ബൈ എം. കെൽവിൻ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ, മോളാലിറ്റി യൂണിറ്റ് മോൾ പെർ കിലോഗ്രാം. അത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് മോളിലേക്ക് വരുമ്പോൾ മോൾ ഇൻവേഴ്സ് 1 കിലോഗ്രാം ആയിട്ട് മാറും. ഇനി വാട്ട് ഈസ് കെ ബി? ഒരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പറയണം വാട്ട് ഈസ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സാധാരണ ചെയ്യുന്ന പോലെ നമുക്കറിയാം M1 ആണെങ്കിൽ, M1 എന്ന് പറഞ്ഞാൽ എന്താണ്, മൊളാലിറ്റി 1 മോളാൽ സൊല്യൂഷൻ ആണെങ്കിൽ, എടുക്കുന്നത് സൊല്യൂഷൻ 1 മോളാൽ ആണെങ്കിൽ ഇത് 1 ആയില്ലേ. അപ്പോൾ എന്തായിരിക്കും, കെ ബി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ടി ബി. അത് വാട്ട് ഈസ് ഡെൽറ്റ ടി ബി? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടായ ഇൻക്രീസ് ആണ് ഡെൽറ്റ ടി ബി. അപ്പോൾ M1 ആണെങ്കിൽ, അപ്പോൾ അതായത് M1 എന്ന് പറഞ്ഞാൽ 1 മോളാൽ സൊല്യൂഷൻ. അപ്പോൾ 1 മോളാൽ സൊല്യൂഷൻ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് കെ ബി. അങ്ങനെ നമുക്ക് ഡെഫിനേഷൻ പറയാം. അപ്പോൾ കെ ബി എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദി
elevation of boiling point for 1 molar solution. Molar elevation constant can be defined as the elevation boiling point when the molality of the solution is unity. Molality 1 ആകുമ്പോൾ. അപ്പോൾ അതേ ഡെഫിനിഷനാണ് നമ്മളൊന്ന് കാണാതെ നമുക്ക് ഒരു ബോക്സിലാക്കാം, പഠിക്കാം. Molar elevation constant can be defined as the elevation in boiling point when the molality of the solution is unity. M1 ആണെങ്കിൽ KB will be equal to delta TB. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ അപ്ലിക്കേഷനാണ്. വാട്ട് ഇസ് ആപ്ലിക്കേഷൻ? നമ്മൾ റിലേറ്റീവ് ലവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. നമുക്ക് ഒരു അൺനോൺ സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട്, അതായത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്കൊരു അൺനോൺ സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ വീണ്ടും സെയിം ഇക്വേഷൻ ഡെൽറ്റ ഡി ബി സി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ഇത് കാണാതെ പഠിക്കുക. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് is equal to KB into M. What is M? Molality. Molality ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. M is equal to WB by MB. W എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം. ഇതാണ് എം എന്നുള്ള മൊളാലിറ്റി. അപ്പോൾ എമ്മിന് പകരം നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ഡി ബി സി എൽ ടു കെ ബി ഇൻറ്റു എമ്മിന് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി എം ബി കാണണമെങ്കിൽ എം ബിനെ കൊണ്ട് കൊണ്ടുവരും, ഡെൽറ്റ ഡി ബി കൊണ്ടുവരും. അപ്പോൾ എം ബി സീക്വൽ ടു മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു 1000 KB WB ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു WA. അപ്പോൾ ഇതിലെ ഓരോ ടേമുകളും നമുക്കറിയാം. കെ ബി എന്ന് പറഞ്ഞാൽ മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ്, മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് എന്നറിയാം. WB എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്സ്. ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ WAB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്. എം ബി എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് നമുക്കറിയാം. എം ബി എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്, WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്, WA എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോൾവെൻറ്റ്, ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ തന്നെ നമുക്കറിയാം. ഇതിൽ നിന്ന് നമുക്ക് ഒരു അൺനോൺ സൊല്യൂട്ടിൻ്റെ മാസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു പൊതിയിൽ ഒരു അൺനോൺ സൊല്യൂട്ട് തന്നിട്ട് നിങ്ങളോട് പറയാണ് അതിൻ്റെ മോളിക്കുലർ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ പറയുകയാണ്. നിങ്ങൾ ലാബിൽ പോയിട്ട് ഡിറ്റർമിൻ ചെയ്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് ഡിറ്റർമിൻ ചെയ്യുക? എന്ത് ചെയ്താൽ മതി? നമുക്കറിയേണ്ടത് എന്തൊക്കെയാണ്? ഈ ടേമുകളൊക്കെയാണ് അറിയേണ്ടത്. ഡെൽറ്റ ടി ബി അറിയണം, ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് അറിയണം. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ഒരു സോൾവെൻ്റ് എടുക്കുക, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കാം. അതായത് ആദ്യം ആ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്ന സോൾവെൻ്റ് ആയിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതാണെങ്കിൽ വാട്ടർ നമുക്ക് എടുക്കാം. അതേസമയം ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ ബെൻസീനോ അല്ലെങ്കിൽ മറ്റ് കാർബൺ ഡൈ ക്ലോറൈഡോ അങ്ങനെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും സോൾവെൻറ്റ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ആ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. ഇനി അതിന് ശേഷം നിങ്ങൾ WB ഒരു പെർട്ടിക്കുലർ മാസ് സൊല്യൂട്ട് എടുത്ത് ആ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. ഇൻക്രീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ചേഞ്ച് ഇൻ ഡെൽറ്റ ടി ബി നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളെടുത്ത സോൾവെൻറ്റിൻ്റെ മാസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ 1 കിലോഗ്രാം ആണ് നിങ്ങളെടുത്തെങ്കിൽ WA 1 കിലോഗ്രാം ആണ്. KB എന്ന് പറയുന്നത് വാട്ടർ ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് ടേബിളിൽ കിട്ടും. അല്ലെങ്കിൽ KB നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്താൽ മതി? നമുക്ക് അറിയാവുന്ന ഒരു സൊല്യൂട്ട്, ഇപ്പോൾ യൂറിയ 60 ആണ് അതിൻ്റെ മോളിക്കുലർ മാസ്. അപ്പോൾ 60 ഗ്രാം KB എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് KB? ഇറ്റ് ഈസ് ദി ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഫോർ 1 മോളാർ സൊല്യൂഷൻ. അപ്പോൾ ഒരു 1 മോളാർ സൊല്യൂഷൻ ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ 60 ഗ്രാം യൂറിയ എടുത്തിട്ട് 1 കിലോഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ഉള്ള സൊല്യൂഷൻ, അതിനുണ്ടായിട്ടുള്ള ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിന്റ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് KB കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഏതാ സോൾവെൻ്റ് എന്നെങ്കിൽ അത് ടേബിളിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ KB കിട്ടി. അപ്പോൾ എല്ലാം നമുക്കറിയാം. അങ്ങനെ നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് ആൻ അൺനോൺ സൊല്യൂട്ട് ക്യാൻ ബി ഡിറ്റർമിൻഡ് ഓർ കാൽക്കുലേറ്റഡ്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ദിസ് ഫോർമുല ഇസ് ഓഫൻ യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലർ മാസ് ഓഫ് നോൺ അയോണിക് സോളിഡ്സ്. ഇനി ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള 2 പ്രോബ്ലംസ് തരികയാണ്. നിങ്ങളത് ഒന്ന് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 1. 18 gram of glucose is dissolved in 1 kilogram of water in a saucepan. At what temperature will water boil at a 1.013 bar?
KB for water is 0.52 Kelvin kilogram per mole. അപ്പോൾ അത് നിങ്ങൾ ആദ്യം തിയറി നന്നായിട്ട് പഠിക്കുക, ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പഠിക്കണം, ഇക്വേഷൻസ് പഠിക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് അത് മാത്തമാറ്റിക്കലാക്കുക. ഏത് ടേമാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതുക. എന്നിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഈ 2 ക്വസ്റ്റ്യൻ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയറി കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന പ്രോബ്ലംസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തിയറി വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ 2 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.